കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല.
മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ. വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹ സന്നിധിയിൽ. വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹ സന്നിധിയിൽ. നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം പിരിയാൻ കഴിയുകയില്ല. നിൻ സ്നേഹ കരസ്പർശം ഒന്നിച്ചു പാടാം. പിതാവിൻ മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ. വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹ സന്നിധിയിൽ. സ്ഥാനങ്ങളിൽ ഏറ്റു നിന്ന് ഒരിക്കൽ കൂടെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരാം. ഹല്ലേലൂയ. നമ്മളെ തന്നെ മുഴുവനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ പാടിയതുപോലെ വരുന്നു ഞാൻ മുഴുവനായി. നമ്മൾക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ മുഴുവനായി സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ കണ്ണുകൾ നാം ആയിടുവാൻ, അവന്റെ ഹൃദയം നാം ആയിടുവാൻ, യേശു കാണുന്നത് പോലെ ചിലതിനെ കാണുവാൻ, യേശു കൽപ്പിക്കുന്നത് പോലെ ചിലതിനെ കൽപ്പിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ നിൻ കണ്ണുകൾ ഞാൻ ആയിടാൻ, നിൻ കാതുകൾ ഞാൻ ആയിടാൻ, നിൻ ഹൃദയം എന്റേതായി തീരട്ടെ. നിൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കണ്ണുകൾ ഞാൻ ആയിടാൻ, നിൻ കാതുകൾ ഞാൻ. സ്ഥാനങ്ങളിൽ എണീറ്റ് നിൽക്കാമോ? നിൻ ഹൃദയം എന്റേതായി തീരട്ടെ. നിൻ ശബ്ദം ആയിടട്ടെ. യേശുവേ നിൻ കണ്ണുകൾ ഞാൻ ആയിടാൻ, നിൻ കാതുകൾ ഞാൻ ആയിടാൻ, നിൻ ഹൃദയം എന്റേതായി തീരട്ടെ. ഓ നിൻ ശബ്ദം ഒരിക്കൽ കൂടി ആയിടട്ടെ. യേശുവേ ശബ്ദം ആയിടട്ടെ. വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹ സന്നിധിയിൽ. വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹ സന്നിധിയിൽ.
എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എത്ര പേർക്ക് പറയാൻ പറ്റൂ? ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ.
നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങും പോയി വസിക്കൂ. നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പരിശുദ്ധ ദൈവമേ, നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അയച്ചങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നിമിഷങ്ങൾ കർത്താവിനെ പാടി സ്തുതിക്കുക. ഞങ്ങളെ കർത്താവ് അങ്ങ് പ്രാപ്തരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ, ഞങ്ങൾ ആരാധിച്ചതുപോലെ അപ്പാ ധൈര്യത്തോടെ അപ്പൻ്റെ കൃപാസനത്തോടെ അടുത്ത് വരുവാ ഞങ്ങൾ കർത്താവ് ഞങ്ങൾ പ്രാപ്തരുള്ളവരാക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ആ ധൈര്യത്തെ മാറ്റി ധൈര്യത്തെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് പകരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൻ്റെ തിരുപാദപീഠത്തിൽ ഞങ്ങളെ മുറ്റും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ദൈവ ആയുഷ്മനെ നാം എല്ലാവർക്കും ദിവസം തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ നമ്മൾ അനുഭവിച്ച അതേ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഈ നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇന്ന് പകലുണ്ട്. ഹല്ലേലൂയ. നിമിഷം വരെ നമ്മൾ അനുഭവിച്ച വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. ോട് മക്കൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ഹല്ലേലൂയ. പിതാവിനോട് മക്കൾ സംസാരിക്കുമ്പോൾ എത്ര അടുത്തിരുന്ന് ചേർന്നിരുന്ന സംസാരിക്കുന്നത് അതുപോലെ അല്പനിമിഷം അപ്പാവോട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹൃദയങ്ങളെ തുറന്നേ. ഹല്ലേലൂയ. പല വേദനകൾ, പല ഭാരങ്ങൾ, പല വിഷമങ്ങളിലൂടെ ആയിരിക്കാം നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ഇതിനുള്ളിൽ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അല്പനിമിഷം ആ വേദനയെ, ആ പ്രതിസന്ധിയെ, ആ പ്രയാസത്തെ, ആ സാഹചര്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, ഹല്ലേലൂയ, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ, യാചനകൾ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ യാചനകളെ ശ്രദ്ധിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മളെ ചെവി ചായച്ച് ഉത്തരം വരളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ചെവി ചായച്ച് ഉത്തരം വരണമെങ്കിൽ കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്താ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആർക്കും അവൻ അകന്നിരിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവം നമ്മുടെ ഏറ്റവും അടുത്തുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനകളും കേൾക്കുമെന്ന വിശ്വാസത്തോടെ ഉറച്ച ഹൃദയത്തോടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. നിങ്ങൾ ചുറ്റുമുള്ളവരെ നോക്കണ്ട, ഇടതും വലതും ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസം എന്തെന്ന്, പ്രതിസന്ധി എന്തെന്ന്, വേദനകൾ എന്തെന്ന് ഹല്ലേലൂയ ഓരോ വ്യക്തികൾക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഹൃദയത്തെ ദൈവസന്നിധിയിൽ തുറന്നേ. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ വേദനയില്ലാതെ, വിഷമങ്ങളില്ലാതെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കടന്നു പോകുവാൻ സർവശക്തൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ
കൂടിയിരിക്കണം. അതിനുവേണ്ടി ഹൃദയത്തെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ റീബാരബരബ ശംദനാദര വൈഡദാന റീബൽഘടന ദരഗദനദരബ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാ. ഹല്ലേലൂയ. അവൻ വിശ്വസ്ത ദൈവമാ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്ത ദൈവമാ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഓരോരുത്തരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിച്ച് ഹല്ലേലൂയ റീബാരബരബ ശംദനാദര വൈഡദാന. ഹല്ലേലൂയ. വചനത്തിൽ പ്രകാരം പറയുന്ന ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. നമുക്ക് ആശ്രയിപ്പാൻ കൊള്ളാവുന്ന ഒരു ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ഇന്ന് പകൽക്കാലം ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം പകരുവാൻ ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ ഒരിക്കലും മറന്നു കളയത്തില്ല. അവൻ ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനുള്ളിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ടേ നിങ്ങൾ മടങ്ങിപ്പോകത്തുള്ളൂ. ഒരനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേ നിങ്ങൾ മടങ്ങിപ്പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്ന് ദൈവത്തെ വിളിച്ച് കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ ആവശ്യങ്ങളെ നടത്തി തരണമേ, എൻ്റെ വേദനകൾക്ക് മറുപടി തരണമേ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച് ഹൃദയം തുറന്നൊന്ന് വിളിച്ച് ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ അടുത്തുണ്ട്. ഹല്ലേലൂയ. റീബാരബരബ ശംദനാദര വൈഡദാന റീബൽഘടന ദരഗദന ദരബരബരബ ശദന ദരഗടന ദരബരബരബ റീബാരബരബ ശംദനാദര ഗദന ദരബരബരബ. ഹല്ലേലൂയ. 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 നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വുമൻസ് മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൃപയുടെ കൂട്ടവകാശികൾ എന്ന് പറയുന്ന നമ്മുടെ വുമൻസ് മീറ്റിംഗ്, അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കർത്താവ് ഓരോ സഹോദരിമാരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സഹോദരിമാരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ശക്തരാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ വീടുകളിലും ക്രിസ്തുവിൻ്റെ സ്നേഹം പരത്തുന്നവരായി അനേകർക്ക് പ്രയോജനപ്പെടുന്ന സഹോദരിമാരായി മാറേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ട ആത്മാക്കളെ തിരിച്ചു പിടിക്കുന്ന അഭിഷേകമുള്ള സഹോദരിമാരായിട്ട് ഓരോ സഹോദരിമാരും എഴുന്നേൽക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് ദേശങ്ങളിൽ രാജ്യങ്ങളിൽ സഭകളിൽ അവർ കടന്നുപോയി ശുശ്രൂഷകൾ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആത്മാക്കളെ നേടുന്ന ഒരു ശുശ്രൂഷ ദേവദാസിമാരുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക കുടുംബങ്ങളെ, അനേക വ്യക്തികളെ തീയിൽ നിന്നും വലിച്ചെടുത്ത്, അനേകരെ പാപത്തിൽ നിന്നും വലിച്ചെടുത്ത് അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ശുശ്രൂഷകൾ നമ്മുടെ സഹോദരിമാരുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക ഈ നേതൃത്വത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയ കെസിനെ ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരിയെ ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുമ്പോൾ തൻ്റെ ദാസിയ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ സഭകളിൽ കർത്താവ് അധികമായി ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ ദേവദാസിയെ ഉപയോഗിച്ചതുപോലല്ല. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അസാധാരണമായ ശുശ്രൂഷ തൻ്റെ ദാസിയുടെ മേൽ തുറക്കപ്പെടണം. കൃപാവര ശുശ്രൂഷകൾ ഓപ്പറേറ്റ് ആവണം. രാജ്യങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ, കൂട്ടദാസനോട് കൂടെ ചേർന്ന് അനേക കാര്യങ്ങളെ പരിശുദ്ധാത്മാവി ചെയ്തെടുക്കുവാൻ നിന്റെ ദാസിയെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ദേവദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൂടെ നിൽക്കുന്ന എല്ലാ ദേവദാസിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ശുശ്രൂഷകൾക്കകത്തൊരു വർധനമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ റിബാരബ ശംദനാദര ഗദനദരബരബ. ദേവദാസിമാരെ കാലഘട്ടത്തിൽ ശക്തമായി ദൈവം ഉപയോഗിക്കണം. അവരുടെ കുടുംബത്തിനകത്ത് അതിനുള്ള വഴികൾ തുറക്കപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് സകല സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാകേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും മാറണം. ദേവദാസിമാർ ഈ ദേശത്ത് ഇറങ്ങണം. അനേകർക്ക് അവർ അനുഗ്രഹമായി തീരണം. അനേകർ വിടുവിക്കപ്പെടേണ്ടതിന് കാരണമായി തീരണം. അനേക ആത്മാക്കളെ വിടുവിക്കപ്പെടേണ്ടതിന് കാരണമായി തീരണം. ദേവദാസിമാർ ശക്തമായി എഴുന്നേൽക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന ദേവദാസിമാർ എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എഴുന്നേൽക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് അവരിലൂടെ കൃപാവര ശുശ്രൂഷകൾ ഓപ്പറേറ്റ് ആകാൻ വേണ്ടി പ്രാർത്ഥിച്ച് സഭയ്ക്കകത്ത് അവർ വളരെ ഫലമുള്ളവരായി മാറത്തക്ക രീതിയിൽ സഭയ്ക്ക് ഒരു വലിയ നേട്ടമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസിമാരെയും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദൈവദാസിമാരെ, നമ്മുടെ ഈ മിനിസ്ട്രിയെ, കൃപയുടെ കൂട്ടവാസികൾ എന്ന് പറയുന്ന നമ്മുടെ ഈ മിനിസ്ട്രിയെ, നമ്മുടെ എല്ലാ വെള്ളിയാഴ്ച നടക്കുന്ന നമ്മുടെ വിമൻസ് മീറ്റിങ്ങിനെ, അതുപോലെ നമ്മുടെ ഔട്ട്റീച്ച് നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങിനെ, എല്ലാ മീറ്റിങ്ങുകളെ വഹിച്ചുകൊണ്ട് പ്രിയ കവിതാൻ്റെ ഈ സമയം പാതപിടുത്തങ്ങളിലേക്ക് കടന്നു വരുന്നാഥാ
ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ കൂടി വരവ് കർത്താവേ, കടന്നു വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിന് ഞങ്ങളുടെ തലമുറകൾക്കൊക്കെ ഒരു വിടുതലും അനുഗ്രഹവുമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ പകൽക്കാലം കൂട്ടിവരുത്തതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, ഹല്ലേലൂയ. കടന്നു വന്ന ശ്രേഷ്ഠദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മകളുടെ ശുശ്രൂഷകളെ മാനിക്കണം, അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. നാളുകളിൽ അനേക ആത്മാക്കളെ നേടിയെടുക്കേണ്ടതിനപ്പാ നിന്റെ മകളുടെ കാലുകൾക്ക് ബലവും ശക്തിയും പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, ഹല്ലേലൂയ. ഈ നാളുകളിൽ വിശ്വസ്തതയോടെ ഓടുവാൻ കർത്താവ് നിന്റെ മകളെ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. കുടുംബമായി നിന്റെ മകളെ മാനിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ഈ ശുശ്രൂഷകളിൽ കർത്താവേ ആദ്യോടന്തം എൻ്റെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം സംസാരിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, നിന്റെ മകളുടെ നാവോട് കൂടെ കർത്താവേ നീ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പലവിധമാകുന്ന ഭാരങ്ങളും പ്രശ്നങ്ങളുമായിട്ട് കടന്നു വന്ന സഹോദരിമാരുണ്ടല്ലോ അപ്പ. ഹല്ലേലൂയ. അവരുടെ മേൽ കർത്താവിൻ്റെ കരം ഈ പകൽക്കാലം തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന കർത്താവേ, ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തരെയും കർത്താവ് ഇത്രത്തോളം കൃപയിൽ നിർത്തുന്നതിനായി നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കെസിയ സിസ്റ്ററെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവ് നിന്റെ മകളെ അധികാരത്തോടെ നിർത്തുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവെ, അനേക സ്റ്റേജുകളിൽ ദൈവവചനമായി എഴുന്നേൽക്കേണ്ടതിന് ഈ നാളുകളിൽ പ്രിയപ്പെട്ട ദാസിയെ അവിടുന്ന് ഒരുയെടുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ ഹല്ലേലൂയ മറ്റ് ദൈവദാസിമാരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയെ എൻ്റെ അപ്പച്ചൻ മാനിക്കണം, അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവെ അനേകരെ നേടുവാൻ കർത്താവെ പ്രിയ ദൈവദാസിമാരെ അവിടുന്ന് ഒരുക്കിയെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അധികം കൃപയിൽ നിർത്തുന്നതിനായി നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ശ്രേഷ്ഠദാസന്മാരെ അനുഗ്രഹിക്കണം, അവരുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകളെ മാനിക്കണപ്പാ. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് നല്ലൊരു ആരാധന തന്നല്ലോ, അതിനായി നന്ദി പറയുന്നപ്പാ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അതിനായി കർത്താവ് ഒരുക്കിയെടുത്തല്ലോ, അതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്റെ മക്കളെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. ആ വലിയ ദൈവസാന്നിധ്യം ആ സമയത്ത് അവരോട് കൂടെ ഇരുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ വിദ്യാഭ്യാസ മേഖലയെ അപ്പനെ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. അവർക്കായി നല്ല ഭാവി ഒരുക്കി കൊടുക്കണം കർത്താവേ. അവർക്കായി പുതുവഴികളെ തുറക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ മാതാപിതാക്കൾക്ക് അവർ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓരോന്നും അപ്പൻ്റെ കരങ്ങളിൽ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നപ്പാ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മിഷന്റെ ഓരോ പ്രവർത്തനങ്ങളെയും അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അനേക രാജ്യങ്ങളിലെ കർത്താവേ, കർത്താവേ സ്റ്റേറ്റുകളിലൊക്കെയും കർത്താവേ ഞങ്ങളുടെ ചർച്ചകൾ വളരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കായി ജീവശേഷം നാം താഴ്മയെ അപേക്ഷിക്കുന്ന കൃപ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞായിട്ട്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളുടെ കൂട്ടായ്മകളും ഉപവാസ പ്രാർത്ഥന അതിൻ്റെ എല്ലാ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസന്റെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കണം. അദ്ദേഹത്തെ ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനപ്പുറമായിട്ട് ഈ നാളുകളിൽ അധിക ശുശ്രൂഷ അതിൻ്റെ ദേവദാസനിലൂടെ പുറത്തു വരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല പൂർത്തീകരിപ്പാൻ ദേവദാസനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ദാസൻ വായ തുറക്കുമ്പോൾ വചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ തൻ്റെ ദാസൻ്റെ മേൽ അധിക കൃപ, അധിക അഭിഷേകം കിട്ടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വളരെ ക്ഷീണങ്ങളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഇത്രത്തോളം ദൈവദാസന് സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സൗഖ്യം ദേവദാസൻ്റെ മേൽ പകരപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടെ ബലത്തോടെ ഈ ദിവസങ്ങളിൽ നിൽക്കുവാൻ, കടന്നു പോകുന്ന യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടിയിരിക്കുവാൻ, ഓരോ സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ഓരോ ചർച്ചകളിൽ കടന്നു പോകുമ്പോൾ സാധാരണമായി ശുശ്രൂഷ ദേവദാസനിലൂടെ പുറത്തു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാവര ശുശ്രൂഷകൾ ഓപ്പറേറ്റ് ആകുവാൻ, തൻ്റെ ദാസൻ കൈവെക്കുമ്പോൾ അനേക രോഗികൾ സൗഖ്യമാകുവാൻ, വലിയ ശുശ്രൂഷകൾ ഇന്ന് വരെ ശുശ്രൂഷിക്കാത്ത പുതിയ മേഖലകൾ തുറക്കപ്പെടുവാൻ
നമുക്ക് ദൈവദാസന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. നിങ്ങളുടെ ദൈവദാസനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ സഭയുടെ ചുറ്റുപാടുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ഈ സഭ വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച്, അനേക ആത്മാക്കൾ ഈ ദേശത്ത് എഴുന്നേൽക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച്, ഈ ദേശത്തെ സഭ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അനേക വ്യക്തികളുടെ ജീവിതത്തിൻ്റെ വിടുതലിന് കാരണമായി തീരട്ടെ. അനേക കുടുംബങ്ങളിലെ വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഈ സഭയിൽ അനേക വ്യക്തികൾ കടന്നു വരേണ്ടതിന്, പുതിയ ആത്മാക്കൾ ഓരോ ദിവസവും കടന്നു വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മുടെ ആലയത്തിനകത്ത് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് സാമ്പത്തിക വഴികൾ തുറക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ വലിയ അനുഗ്രഹം നമ്മുടെ സഭയുടെ മേൽ ഹല്ലേലൂയ തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ സ്ഥലം വരേണ്ടതിന് സഭയോട് നമ്മൾ ഇന്നലെ കേട്ട ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറേണ്ടതിനായിട്ട് ഈ 2026 കടക്കുന്നതിന് മുൻപ് സഭയോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നമ്മൾ കാണേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച്, അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച്, സഭയ്ക്കകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ദേവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും വഹിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അവരുടെ ശുശ്രൂഷകൾ അവരെ മാനിക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. വീണ്ടും കർത്താവിൻ്റെ വരവിലോളം അവർക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ ആവശ്യമായ എല്ലാ ശക്തിയും കൃപയും അധികമായി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ട്, കുടുംബത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയെയും നമ്മുടെ ദേവദാസനെയും കുടുംബത്തെയും ദേവദാസന്മാരെ എല്ലാം അവരുടെ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ സ്നേഹയുടെ അമ്മ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, സമയം കർത്താവേ, ഹാലയുടെ സ്മരണത്തിൽ കടന്നുവരും കർത്താവിനെ സഹായിച്ചനായി നാം തുടങ്ങി സ്തുതിക്കുന്ന കർത്താവേ, എന്ന് പകൽക്കാലം ജാസ്തി പറഞ്ഞാൽ സകല വിഷയങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹാലലിയ സ്തോത്ര. വലിയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കർത്താവ് ഇന്ന് പകൽക്കാലം അവിടുന്ന് വെളിപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹാലലിയ. സഭ ഉണരുവാൻ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി അന്ന് തുടങ്ങി സ്തുതിക്കുന്ന കർത്താവേ, ഹാലലിയ. എഴുത്തമ്മയ്ക്ക് ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ക്ഷീണങ്ങളാലൊക്കെയും കയ്യൂസിലേക്കും ഭാരപ്പെട്ടുവല്ലോ കർത്താവ് കൊടുത്തിരിക്കുന്നവരിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദാസന്റെ ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുമാണെന്ന് അടിനങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവമാക്കുന്ന കർത്താവ് ദാസന്റെ ശക്തിയോടെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടുത്ത ഇടങ്ങളിലെല്ലാം കർത്താവേ, ഹല്ലേലൂയ. വലിയ മിറക്കൾ വെളിപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ. വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ. ദാസനിലൂടെ കർത്താവേ അനേക വിടുതലുകൾ നടക്കുവാൻ തക്കവണ്ണം കർത്താവ് ദാസനെ കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആസിക്കായി പ്രാർത്ഥിക്കുന്ന കുടുംബമായി കർത്താവ് അവിടുന്ന് മാനിക്കണമേ. വലിയ പ്രവർത്തന മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുമാറകണമായിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അയക്കുന്ന എല്ലാ ദേവദാസന്മാരെ അവരെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. എല്ലാ ശക്തിയോട് ദാസനോട് ചേർന്ന് തന്ന കർത്താവിൻ്റെ ഹല്ലേലൂയ വേണ്ടി കർത്താവ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആ ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുമാറകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അടക്കുന്ന ആത്മ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി തീരുവ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന ആരാധനകൾ ഭവന സന്ദർശനങ്ങൾ കർത്താവേ, ഹല്ലേലൂയ. യൂത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി തീരുവ ഈ കാലയളവിൽ കർത്താവേ, ഹല്ലേലൂയ. ശക്തിയോടെ ദൈവജനങ്ങൾ ഉപയോഗിക്കപ്പെടുക കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, സഭയിൽ നിന്ന് കർത്താവേ അനേക അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, ഹല്ലേലൂയ. പ്രവാചകന്മാർ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ഹല്ലേലൂയ. ദിവസങ്ങളിലെ കർത്താവേ ജനങ്ങളെ ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഈ ദേശത്തെ സഭയൊരു അനുഗ്രഹമായി മാറുക, ഈ ദേശത്തെ സഭ ഓരോ ആലോചന നിവർത്തികരപ്പെടുത്തൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപവാക്തങ്ങൾ ഒരുപടി ഉണ്ട് കർത്താവേ. അതെല്ലാം 2026 ഡിസംബർ അവസാനിക്കുന്ന മുൻപായി തന്നെ കർത്താവിനെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിച്ചേരുക കർത്താവ് ഇടയാക്കാനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടക്കുന്ന ഓരോ ആത്മീയ പ്രവർത്തന ദിവസാന്തം കൂടി ഇരിക്കണം, ശക്തിയോട് ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഉപയോഗിക്കണം, ദാസന്മാർ ദാസ്യമാരെ ഉപയോഗിക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ പ്രവർത്തനം കർത്താവേ ഈ കർത്താവ് കുറിച്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല കർത്താവേ, ഏത് കർത്താവ് കേരളത്തിലെമ്പാടും വ്യാപരിക്കുക, കർത്താവ് രാജ്യത്തോളം വ്യാപരിക്കുക, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യം വഹിക്കുക. ദേവദാസിമാരെ കർത്താവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവിനെ ചോദിക്കുക സ്തോത്ര, കർത്താവ് ദാസിമാരെ ഉപയോഗിച്ചതിനായി സ്തോത്ര, കൃപയെ സൂക്ഷിച്ചതിനായി സ്തോത്ര, യേശുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ഒരു വിഷയത്തിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിനെ നമുക്ക് ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദാസി നമ്മുടെ മധ്യമുണ്ട്. ഇന്നത്തെ ദിവസം കർത്താവ് ശക്തമായി തൻ്റെ ദാസിയിലൂടെ നമ്മൾ ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തൻ്റെ ദാസിയിലൂടെ പകരുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിനകത്തും അത് പതിക്കേണ്ടതിന്, അത് ക്രിയ ചെയ്യേണ്ടതിന്, അത് നൂറുമേനിയായി വിളവുണ്ടാകേണ്ടതിന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നിൻ്റെ ദാസിയെ ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിന് കൂടെ വന്ന ദൈവദാസനെ, അവർ കൂടെ വന്ന സഹോദരങ്ങളെ എല്ലാം നമുക്ക് ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ഇന്ന് പകൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരണം. ഇന്ന് വരെ കാണാത്ത ചില ചലനങ്ങൾ ഇതിനകത്ത് നടക്കണം, ചില ദൈവപ്രവൃത്തികൾ ഇതിനകത്ത് നടക്കണം. ഓരോ വ്യക്തികളും ദൈവശബ്ദം കേട്ട് മടങ്ങുവാൻ ഇടയായി തീരണം. ദൈവ സാന്നിധ്യം അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങുവാൻ ഇടയായി തീരണം. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരുന്നേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇതിൻ്റെ മധ്യ ഉണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. വലിയ വിടുതലുകൾ, ഒരു പൂർണ്ണ മനസ്സാന്തരം നമ്മുടെ എല്ലാ ഹൃദയത്തിനകത്ത് വരണം. ഹല്ലേലൂയ. ശക്തിയോടെ ആത്മനിറവോടെ മടങ്ങുവാൻ, ദൈവശക്തിയാൽ നിറഞ്ഞു മടങ്ങുവാൻ, പുതിയൊരു കർത്താവെ പുതിയൊരു ഹൃദയത്തോടെ മടങ്ങുവാൻ നമുക്കെല്ലാവർക്കും ഇന്ന് പകൽക്കാലം കഴിയണതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. വെറുതെ ഒരു മീറ്റിംഗ് കൂടി പോകുവാനല്ല, കൃത്യമായി ദൈവശബ്ദം കേട്ട് കൃത്യമായി നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റം വരുത്തി പുതിയൊരു ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടതിന്, അതിനുള്ള ദൈവകൃപ കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവശക്തിയാൽ നമ്മൾ നിറയപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച്, കൃപാവര ശുശ്രൂഷകൾ നമ്മൾ ഓരോരുത്തരുടെ മേൽ വരേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ പുതിയ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച്, ഈ മീറ്റിങ്ങിന് ശേഷം നാം ഓരോരുത്തരും പുതിയ രാജ്യങ്ങളിലെ, ദേശങ്ങളിലെ, പട്ടണങ്ങളിൽ കടന്നുപോയി അനേക ആത്മാക്കളെ നേടുന്ന കൃപാവര ശുശ്രൂഷകൾ ചെയ്യുവാൻ, ഹല്ലേലൂയ നമ്മുടെ ഉദരത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ ജനിപ്പിക്കുന്ന ഒരു ദൈവേഷ്ടത്തിൻ്റെ പദ്ധതിയിലേക്ക് കടക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ വലിയ മാറ്റം ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് സംഭവിക്കണം. വീണ്ടും നമുക്ക് ഒരു വിഷയം കൂടി ഇതിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യമോടെ സുരേഷ് ചായൻ പനി പിടിച്ച് ഭാരപ്പെടുന്നു, പനിയാൽ ഭാരപ്പെടുന്നു. ഒരു സൗഖ്യം കിട്ടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മോനും പനിയാൽ ഭാരപ്പെടുന്നു, നദാനിയിൽ പനിയാൽ ഭാരപ്പെടുന്നു. അതുപോലെ നമ്മുടെ ചർച്ചിനകത്ത് ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് രോഗസൗഖ്യം കിട്ടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം വചനത്തിൽ പറയുന്നു സൗഖ്യം നമ്മുടെ അവകാശമാണ്. വചനത്തിൽ പറയുന്നു എല്ലാവരും സൗഖ്യം പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരും സൗഖ്യമാകിയാൽ ഹല്ലേലൂയ യേശുവിനെ തൊടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ശ്രമിച്ചു നമ്മൾ വചനത്തിൽ കാണുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ ദൈവശക്തി പറയപ്പെട്ടവരുടെ മേൽ ഇറങ്ങട്ടെ, വലിയ സൗഖ്യം അവർ പ്രാപിക്കട്ടെ, വലിയ അടിപ്പിണരാൽ അവർക്ക് സൗഖ്യം ലഭിക്കട്ടെ. ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള ആ സൗഖ്യം ഇന്ന് പകൽക്കാലം അവരുടെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ കുഞ്ഞുമോളാൻ്റെ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാണ്.